ഹലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഹെയർ കെയർ വീഡിയോ കാണിച്ചു തരാമെന്ന്. അതായത് വലിയ കെയറും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഹെയർ ഞാൻ കട്ട് ചെയ്തത് ഒരു ജനുവരിയിലായിരുന്നു, ഈ വർഷം ജനുവരിയിൽ. അപ്പോൾ ഇപ്പോൾ കുറേ മാസങ്ങൾ കഴിഞ്ഞു. അപ്പം കുറച്ചൊക്കെ എൻ്റെ ഹെയർ ഗ്രോത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെയർ കുറച്ചൊക്കെ ഗ്രോ ആയിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ഇപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് വളരുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് കൊളാബിൻ്റെ കുറച്ച് പ്രൊഡക്റ്റൊക്കെ കിട്ടിയായിരുന്നു. അത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. പിന്നെ നമ്മുടെ ഹെയർ വളരുന്നത് എത്രയൊക്കെ ഓയിൽ തേച്ചാലും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ ഒരു പ്രൊഡക്റ്റായിരുന്നു കേട്ടോ, റോസ്മേരിയുടെ ഒരു വാട്ടർ, റോസ്മേരി വാട്ടർ. അപ്പം അത് ഓൾറെഡി തീർന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ, അത് മേടിച്ച് ബോട്ടിലാക്കി വെച്ചേക്കുവാണ്. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചൂടാക്കിയിട്ട് ആ കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാ ദിവസവും യൂസ് ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടും. പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുടിയൊക്കെ നന്നായിട്ട് വളർന്നു വരും കേട്ടോ. ഈ റോസ്മേരി വാട്ടറിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഹെയർ വളരും. പക്ഷേ നമ്മളിത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹെയർ ഗ്രോത്ത് ചെയ്ത് അതേ സ്പീഡിൽ തന്നെ ഉള്ള മുടിയും കൂടെ കൊഴിഞ്ഞു കേട്ടോ. അപ്പോൾ യൂസ് ചെയ്യണമെന്നുള്ളവരെ എപ്പോഴും യൂസ് ചെയ്യാൻ നോക്കുക. കടയിൽ എനിക്ക് തോന്നി ഇത് വാങ്ങാൻ എത്രയോ പൈസ, എത്രയെന്ന് എനിക്ക് അറിയത്തില്ല, അധികം വിലയൊന്നുമില്ല. അപ്പം മേടിച്ച് തിളപ്പിച്ച് വെക്കുക. തീരുന്നതിനനുസരിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് അതിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ബോട്ടിലാകുമ്പോൾ എനിക്ക് ആക്കാൻ സുഖമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേറെ ബോട്ടിലൊന്നും മേടിച്ചില്ല. നമ്മൾ ഈ കടയിൽ നിന്ന് റോസ്മേരി വാട്ടർ അല്ലെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ വാങ്ങുന്നതിനേക്കാളും നല്ലത് നമ്മളിങ്ങനെ ആക്കി വെക്കുന്ന കേട്ടോ. കാരണം മറ്റേത് ഒരു മാസം തന്നെ നല്ല പൈസ ആകുമായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് വലിയ പൈസയൊന്നും ആവുന്നില്ലല്ലോ. നമുക്ക് ജസ്റ്റ് ഏതൊക്കെ ഭാഗത്താണ് നമ്മുടെ ഹെയർ പോകുന്നത് ആ ഭാഗത്ത് നന്നായിട്ട് അഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു മസാജൊക്കെ ചെയ്തിട്ട് അങ്ങ് വിടുക. എന്നിട്ട് കുളിക്കുന്നതിന് മുന്നേ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്തോ കേട്ടോ. എന്നിട്ട് അങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മുടി പിന്നിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ച ചീകി കെട്ടിവെച്ച് എൻ്റെ ഫ്രണ്ടിലുള്ള മുടിയൊക്കെ പോയതായിരുന്നു. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പം ചെറുതായിട്ട് ഫ്രണ്ടിൽ നിന്നൊക്കെ ബേബി ഹെയർ വളർന്നു വരുന്നുണ്ട്. പിന്നെ എത്രയൊക്കെ ഫുഡ് കഴിച്ചാലും നമ്മുടെ തലയിൽ താരനോ അല്ലെങ്കിൽ നമുക്ക് തൈറോയ്ഡ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഹെയർ നന്നായിട്ട് പോകും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ഹെയറിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി തൈറോയ്ഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിച്ചോളുക. പിന്നെ പാരമ്പര്യമായിട്ട് ഹെയർ ഉള്ളവർക്ക് എത്രയൊക്കെ ഇതാക്കിയാലും നന്നായിട്ട് മുടി വളരും കേട്ടോ. പിന്നെ ഇത് പ്രൊമോഷൻ വീഡിയോ അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. എനിക്ക് കൊളാബ് കിട്ടിയതിൻ്റെ ഒപ്പം തന്നെ കിട്ടിയൊരു പ്രൊഡക്റ്റാട്ടോ ഇത് നാച്ചുറലായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാട്ടോ. അതായത് നമ്മുടെ ഷെയ്ഡിന് ചേരുന്ന ലിപ്സ്റ്റിക് ഉണ്ടാകും. ഇതിലാകുമ്പോൾ അധികം കെമിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ആയുർവേദമായിട്ടുള്ള ലിപ്സ്റ്റിക്കാട്ടോ. അപ്പോൾ എൻ്റെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഞാൻ ഈ ലിപ്സ്റ്റിക്കാട്ടോ ഇടുന്നത്. നല്ല വാട്ടർ പ്രൂഫും സ്മച്ച് പ്രൂഫൊക്കെ ആയിട്ട് ഞാനിപ്പോൾ എപ്പോഴും അത് തന്നെയാട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ അതിൽ ചെമ്പക നാച്ചുറൽസ് എന്ന് പറയുന്ന ഒരു പേജുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പേജ് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇഷ്ടംപോലെ ഷെയ്ഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ചേരുന്നത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല കേട്ടോ. കാരണം ഈ കടയിൽ കിട്ടുന്ന ഇതിലൊന്നും നമുക്ക് വിശ്വസിച്ച് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു ഇതാട്ടോ ഈ ആയുർവേദ ലിപ്സ്റ്റിക്ക്. റോസ്മേരി വാട്ടറിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു പ്രൊഡക്റ്റാട്ടോ ഇത് അതിൻ്റെ ഒപ്പം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഷാമ്പു ആട്ടോ. ഷാമ്പു യൂസ് ചെയ്യുന്നു പറഞ്ഞാൽ അധികം പതയൊന്നുമില്ല. അതായത് പത കുറഞ്ഞ ഷാമ്പു ഏതാണോ അത്രയും നല്ലതായിരിക്കും. കുറേ ആയുർവേദ കൂട്ടുകളൊക്കെ ചേർത്തുണ്ടാക്കുന്ന സാധനമായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു മുരിങ്ങയുടെ ഒരു താളിയാണ്. മുരിങ്ങയുടെ ഇലയും പിന്നെ താളിയുടെ പൊടി, അതായത് നമ്മുടെ ചെമ്പരത്തിയും അങ്ങനെ കുറേ സാധനം കൂട്ടിയിട്ടുള്ളൊരു താളിയാട്ടോ അത്. താളി ഞാൻ തേച്ചപ്പോൾ എനിക്ക് തലയിലുള്ള ചൊറിച്ചിലൊക്കെ നന്നായിട്ട് കുറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉലുവയും കറിവേപ്പിലയും ഒക്കെ എടുത്ത് അരച്ച് തേക്കുമായിരുന്നു. പിന്നെ അതും അല്ലാണ്ട് ചെമ്പരത്തിയുടെ ഇലയും അതൊക്കെ അരച്ച് നന്നായിട്ട് ലൂസാക്കിയിട്ട് തലയിലങ്ങ് തേച്ച് കൊടുക്കും. സത്യം പറഞ്ഞാൽ ഈ ഷാമ്പു ഒക്കെ കുറേ തേക്കുന്നതിന് നല്ലത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തേക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ പോയി നിന്ന സമയത്ത് എൻ്റെ ഹെയർ ഫുള്ള് പോയായിരുന്നു. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഷാമ്പു കേട്ടോ. പൊതുവേ ഷാമ്പു എന്തും തേക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഷാമ്പു തേക്കുമായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വെള്ളം വേറെയാണ്, ക്ലോറിനൊക്കെ ഉള്ള വെള്ളമായിരുന്നു. അങ്ങനെ എൻ്റെ ഹെയർ ഫുള്ള് നമ്മൾ ചീകുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഫുള്ള് പറഞ്ഞു വരുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പം എൻ്റെ നല്ല കുറവുണ്ട്. പിന്നെ ഇതൊരു ആയുർവേദ എണ്ണയാട്ടോ. അതായത് കുറേ ആയുർവേദ സാധനങ്ങളൊക്കെ കൂട്ടി ഉണ്ടാക്കുന്ന നീരിറക്കത്തിനും പിന്നെ നമ്മുടെ മുടി നേരത്തെ നരയ്ക്കുന്നതിനൊക്കെ നല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓൾമോസ്റ്റ് യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇത്രയും കാണ്ടേ ഉള്ളൂ. പുറമേ ഞാനൊരു എമുൽ ജെല്ലോട് യൂസ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം മെയിനായിട്ട് ഇത്രയൊക്കെ പ്രൊഡക്റ്റാണ് ഞാൻ ഗ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത്.